ഒരുപാട് ദിവസം 14-ാം അധ്യായം 26-ാം വാക്യം വായിച്ചു. കണ്ണുകളടയ്ക്കാം, തലകൾ ഉണക്കാം. പ്രാർത്ഥനയ്ക്കായി. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, അല്പനേരം കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഇതുവരെ ഞങ്ങളുടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ സഹായിച്ചുവല്ലോ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. സന്തോഷത്തോട് കരമുറുക്കിയിട്ട് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ചിന്തകളെ കേൾക്കാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി. വിശുദ്ധാരാധനയെ കേൾക്കുന്ന വചനം ഈ ഒരാഴ്ചക്കാലം നമുക്ക് നടക്കുവാനും യാത്ര ചെയ്യുവാനും ജീവിക്കുവാനുമുള്ള ദൈവിക ബലമായതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ ഉറപ്പിക്കാനിടയാവും. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. വചനം അതിൻ്റെ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. വചനത്തിൻ്റെ ക്രിയ എന്ന് പറയുന്നത് കേട്ട് നമ്മൾ മടങ്ങാനല്ല, അതിൻ്റെ ക്രിയ അത് തുടർമാനം എന്ത് ചെയ്യും? ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പകലെ വചനത്തിൻ്റെ ക്രിയ എവിടേക്കോ ദൈവം ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഒരു പൊട്ടനെ പോലെ നാം വചനത്തിൻ്റെ മുൻപാകെ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും വിടുതലും കാണാൻ തുടങ്ങും. ഈ വേദഭാഗം അങ്ങനെയാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത്. നല്ല ചിന്തകളിലൂടെ ദൈവം നമ്മെ നിർത്തി പ്രത്യാശയ്ക്ക് വിശ്വാസത്തിന് ഒന്നുകൂടെ വളമിട്ട് കൊടുക്കുന്ന നല്ല ഉറപ്പുള്ള വേദഭാഗം. ഏറിയ വർഷങ്ങളാൽ രോഗം ബാധിച്ച് വളരെ നിരാശപ്പെട്ട ഒരു പ്രിയ സഹോദരി. രോഗം ബാധിക്കുമ്പോഴേ അതിൻ്റെ മൂർച്ഛന്യ കാഠിന്യം, നിരാശ ഒക്കെ നമ്മളെ വേട്ടയാടത്തുള്ളൂ. എൻ്റെ കൂടെ കപ്പലിൽ ജോലി ചെയ്ത ഒരു ജനീവ് എന്ന് പറയുന്ന ബ്രദറുണ്ട്. അദ്ദേഹം ബോംബെയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വലിയ 2 ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച് ഇഷ്ടംപോലെ പണമൊക്കെ ആയി. അദ്ദേഹം 4.5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ മാസം സാലറി വാങ്ങിച്ച് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സുഖമില്ലാതെ താനെ വിശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു, ഒത്തിരി നേരം സംസാരിച്ചു. കാര്യങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തീരെ വയ്യ പാസ്റ്ററെ, ഞാനിപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്, ജോലിയെല്ലാം വിടേണ്ടി വന്നു, ഇപ്പോൾ എങ്ങും പോകുന്നില്ല. 6 വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പാസ്റ്റർ ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതെങ്കിലും ഒന്ന് പറയാനുണ്ട്. ഞാൻ അതും ചെയ്തില്ല. പുള്ളി പറയുക, ഞാനതും ചെയ്തില്ല, രോഗിയായിപ്പോയെന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ്, ഞാനിപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യണം. എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ, പുള്ളി തന്നെ ഇങ്ങനെ പറയുന്നത്, എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഇനി ഒരു 5 വർഷം കൂടെ കഷ്ടിച്ച് ഞാനിരിക്കും. സാമ്പത്തികം 10-27 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ടായിരുന്നു. അത് രണ്ടാമത്തെ മോൾ അടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അതുമില്ല. അവിടെ പേരും ഒക്കെ വെച്ചാണ് എഴുതിയത്. ഞാൻ അറിയാതെ അവൾ പണമെല്ലാം എടുത്തു. അങ്ങനെ അപ്പന്മാരെയും കളിപ്പിച്ച് മക്കളുമാരെ നടക്കുന്നുണ്ട്. എങ്കിലും ആട്ടെ, അദ്ദേഹം പറഞ്ഞു പൈസയും പോയി, മോളിപ്പം അവൾക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം നോക്കി അവളുടെ ഇഷ്ടത്തിന് പോയി. ഇപ്പം ജീവിക്കാൻ വഴിയില്ല. 2 വീടുണ്ട്, 1 വീട് വിറ്റേ കഴിയാൻ പറ്റത്തുള്ളൂ. ഓരോ മനുഷ്യൻ്റെ സാഹചര്യം നോക്കിക്കോണം. ഞങ്ങൾ ജോലി ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം നല്ല കോടീശ്വരനായി നിൽക്കുകയാണ്. കാരണം അന്നേ സാമ്പത്തികമുള്ള ആളാണ്. ജോലിക്ക് കാശ് കിട്ടുമെങ്കിലും 5 പൈസ ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. കിട്ടുന്ന മുഴുവനും കൂട്ടിവെപ്പാണ്, ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വന്നു കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണെന്നറിയാം. പ്രാർത്ഥിക്കാനെ കൊണ്ട് പ്രത്യേകം ബോംബെ തന്നെ കാണാൻ ഫ്ലൈൻ ടിക്കറ്റും എടുത്ത് എറണാകുളത്ത് വന്നിറങ്ങി. കോട്ടയത്ത് ഞാനെടുത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ആ കോട്ടയത്ത് ചർച്ചിൽ എന്നെ കാണാൻ വന്നു. അവിടെ വന്ന് എന്നെ ഉച്ചയ്ക്ക് വിളിച്ച് മാറ്റിയിരുത്തി പ്രാർത്ഥിച്ചു. ഞാൻ ആ സഭയിലെ വൈകിട്ടത്തെ പ്രസംഗത്തിന്, രാവിലത്തെ പ്രസംഗത്തിന് പ്രസംഗിക്കുമ്പോൾ ആ ഒരു സഭ ഇടിഞ്ഞിങ്ങനെ വീഴാറായിരിക്കുക. മേളിൽ ഓടൊക്കെ പോയിട്ട് കമ്പെല്ലാം ഒടിഞ്ഞിരിക്കുക. ടാർപ്പ ഇങ്ങനെ എൻ്റെ മണ്ടയിൽ കൂടി ഇട്ടിരിക്കുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപ്പാട് തന്നു. വെളിപ്പാട് വേറൊന്നുമല്ല, ഈ പള്ളി പണിയാനൊരു സാമ്പത്തികം, ഒരു വലിയ എമൗണ്ട് ദൈവം നിങ്ങൾക്ക് വേഗത്തിൽ തരും. ഒരാളൊരു ചെക്ക് എഴുതി നിങ്ങൾക്ക് തരുന്നതായിട്ട് ഞാൻ കാണുന്നെന്ന് ഞാനൊരു വെളിപ്പാട് പറഞ്ഞു. അപ്പോൾ ജനീവ് എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജനീവ് ഹൃദയത്തിൽ തീ പിടിക്കുന്നത് പോലെ ആരാധന കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ ആ ദൂത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി
എൻ്റെ 1 മാസം സാലറി ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ സാലറി ആയിരുന്നു. ആ 3 ലക്ഷം രൂപ അപ്പോഴേ തന്നെ ബാങ്കിൽ നിന്ന് ചെക്ക് എടുത്ത് എഴുതി ആ സഭയെ കൊടുത്തു. ആ സഭാപാസ്റ്റർ കാര്യമൊക്കെ പറഞ്ഞ് വലിയ സ്നേഹമായിരുന്നു. ഈ പൈസ കിട്ടിയപ്പോൾ തന്നെ വലിയ കാര്യമൊക്കെ ആയിരുന്നു. റോയ് പാസ്റ്റർ പറഞ്ഞ ദൂതും അന്നേരം തന്നെ നടന്നു. ജനീവ് എന്നോട് ചോദിച്ചു, കൊടുക്കട്ടോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിയമിച്ചല്ല കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കോട്ടയത്ത് ആ ചർച്ച് പണിയാൻ പൈസ കൊടുത്തു. ഉച്ചയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് കയ്യിലൊരു പൊതി തന്നു. ഞാൻ നോക്കിയപ്പോൾ 5000 രൂപയുണ്ട്. 1000-ൻ്റെ 5 നോട്ടും തന്നു. ഞാനത് വാങ്ങിച്ച് വൈകിട്ട് പോരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവദാസന്മാർക്ക് കൊടുക്കാൻ മനസ്സുള്ളൊരു സമയമുണ്ടായിരുന്നു. പിന്നെ പണം വർദ്ധിച്ചപ്പോൾ ആളുടെ മനസ്സെല്ലാം അങ്ങ് മാറി. ഒരു പൈസ ആർക്കും വിട്ടു കൊടുക്കത്തില്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം, വീട്ടുകാര്യം, തൻ്റെ സുഖം, ലോലുപമായ ജീവിതം. ബോംബെയുടെ പട്ടണത്തിലല്ലയോ, ഇഷ്ടം പോലെ ദൂർത്തടിച്ച് ജീവിച്ചു. പിന്നെ ബോംബെയിലുള്ള പല ദൈവദാസന്മാരും എന്നോട് പറഞ്ഞു, ജനീവിന് ഇത്രയും പണമുണ്ടായിട്ടും 5 പൈസ ദൈവവേലയ്ക്ക് എന്ത് ചെയ്യത്തില്ല, മുടക്കത്തില്ല. പക്ഷേ നമ്മൾ ഇല്ലായ്മക്കാരാണെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ നല്ല മനസ്സാണ്. ഒരാമയും പറ മനസ്സോട്. കഴിഞ്ഞ കോട്ടേജ് മീറ്റിങ്ങിന് ആരുടെയോ വീട്ടിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ദോശയെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഒത്തിരി അധികം വന്നെന്ന് പറഞ്ഞ് ഒരു പരാതി ഇങ്ങനെ കറങ്ങി വന്നു. പരാതി വന്നാൽ ഞാൻ തിരിച്ച് നിങ്ങളെ വഴക്ക് പറയത്തേ ഉള്ളൂ. നിങ്ങളോട് ദോശ വാങ്ങിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് അധികം വന്നാൽ ആർക്കെങ്കിലും കൊടുത്തു വിടുകയോ കഴിക്കുകയോ ചെയ്തോണം. നിങ്ങൾ തേയിലുള്ള ഇട്ടാൽ മതിയെന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട്. ചെയ്താൽ കൊള്ളാം, നമ്മുടെ നഗജനജാൻ ചെയ്യുന്ന പോലെ പ്രഥമ സഹിതം ചെയ്തോണം. ഒരാമയും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്വോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങൾ കൊടുത്തോ, പക്ഷേ അധികം വന്നെന്ന് പറഞ്ഞ് പരാതി പറയലും, മഴയായിരിക്കും, വരാൻ പറ്റത്തില്ല, ചിലരുടെ സാഹചര്യമായിരിക്കും, എന്നിട്ട് വിഷമിക്കരുത്. കർത്താവ് സഹായിക്കട്ടെ. എന്തായിരുന്നാലും നല്ല വേദത്തിൽ തിരുവഴുത്ത് ഹൃദയത്തിൻ്റെ കൃത്തടത്തിൽ പതിച്ചിട്ട് പോയാൽ ഒരാഴ്ച ജോലി ചെയ്യുമ്പോഴെല്ലാം വചനം ഓർത്തോർത്ത് നിന്ന് എന്ത് ചെയ്യും, ജോലി ചെയ്യും. ഇന്ന് എൻ്റെ പാസ്റ്റർ പ്രസംഗിച്ചത് എൻ്റെ കാര്യമാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. ഒരാമനെ ഫീഡ്ബാക്ക് എന്ന് കൊടുത്തേ. ഹല്ലേലൂയ. ആളും തരവും കണ്ട് നമ്മൾ ദൂത് ഏറ്റെടുത്തോണം. ആരോടാണെന്നൊന്നും പറയത്തില്ല, ആരുടെയും തലേ കൈ തൊടത്തില്ല. ഞാൻ പ്രഭാഷണം ചെയ്യുമ്പോൾ ആയാലും മറ്റ് ദൈവദാസന്മാരാണെങ്കിലും പ്രസംഗിക്കുമ്പോൾ എൻ്റെ ദൂതാണെന്ന് എനിക്ക് ബോധമുണ്ടെങ്കിൽ ഞാനത് വെട്ടിപ്പിടിച്ചോണം. അത് ക്യാച്ച് ചെയ്തോണം, ഹൃദയത്തെ സംഭരിച്ചോണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. വചനമാണ് നിങ്ങളോട് പറയുന്നെങ്കിൽ വചനത്തിന് മാറ്റമില്ല. പോരാ നിങ്ങളുടെ സ്തോത്രം. വചനത്തിന് മാറ്റമില്ലെന്ന്. അച്ഛാ ഷാർപ്പാക്കി വെച്ച ഒരു കത്തിയെടുത്ത് ആമേൻ പിശാചിന്റെ സ്ഥിര വെട്ടിക്കളയുന്നത് പോലെ വചനം ഇവിടുന്ന് പുറപ്പെടുന്നത്. മൂർച്ചയുള്ള വാള് ചെന്ന് ശത്രുവിന്റെ തല ഏത് ജറത്ത് വീഴുന്നത് പോലെ ഭക്തന്മാരിൽ പുറപ്പെടുന്ന വചനം അന്ധകാര നിവിടെ വ്യാപാരങ്ങളുടെ ശിരസ് ഛേദിച്ചു കളയും. ആത്മീയ കണ്ണുള്ളവൻ അത് കണ്ടുകൊണ്ടിരിക്കും. നിനക്കെതിരെ നിന്ന ഇരട്ടിന്റെ അധികാരം ഇനി കാണത്തില്ല. നിന്നെ വെല്ലുവിളിച്ച വിരല് ഇനി കാണത്തില്ല. നിന്റെ നേരെ കണ്ണുരുന്റെ കണ്ണിന് കാണത്തില്ല. വാള് ചുഴഞ്ഞു മാറ്റിക്കളയും. നിന്റെ നേരെ പറഞ്ഞ നാവിന് കാണത്തില്ല. മനസ്സിന്റെ സ്വന്തം പറഞ്ഞോ. നിന്റെ വാക്തത്വങ്ങളെ തടഞ്ഞ അന്ധകാരത്തിന്റെ ഗോപുരങ്ങളെ വെട്ടിക്കളയുന്ന ദൈവീക പദ്ധതിയുടെ തുടക്കമാണ് വചനമെന്ന് മനസ്സിലാക്കുക. ഈ വിശുദ്ധാരാധന നീ വന്ന് പണം ചിലവഴിച്ച് വാഹനത്തിൽ കയറി ഇവിടെ വന്ന് പൊട്ടിയെ പോലെ പൊട്ടനെ പോലെ ബൈബിള് കെട്ടിപ്പിടിച്ചിരുന്ന് സ്വോത്രം ചെയ്തിട്ട് പോകാനല്ല ദൈവം കണ്ടത്. വാള് നിനക്ക് മുൻപേ പുറപ്പെടും. അടച്ചസിയാല വാള് പുറപ്പെടും. അത് ചിലതിനെ വെട്ടിക്കളയും. ഇറവതുനി രംഗതന ഘടകസി. ഞാനത് വിശ്വാസത്താൽ കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. രക്തം ജയമെടുക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് നായകന്മാരും പടത്തലവന്മാരും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നയിക്കാൻ ആളില്ലെങ്കിൽ ഭയമാണ്. ആരാ സഹായിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു വീട്ടുനാഥനില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിലെ നല്ല ആൺപിള്ളേരുണ്ടെങ്കിൽ അതുപോലെ കരുത്തുള്ള പെൺപിള്ളേരുമുണ്ട്, മിടുക്കരായ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. ഒരു നായകനെ പോലെ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഉറച്ചു പറ, ഭയപ്പെടത്തില്ല. ഈ കൂടും തകിടും ശംഖും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കുത്തിയിട്ട് നമ്മൾ അറിയാതെ തന്നെ എവിടെയൊക്കെ മണ്ണ് വാരി എറിഞ്ഞ് എവിടെയൊക്കെ പൈസ. എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ എപ്പോഴും വീട്ടിൻ്റെ വാതിൽ പൈസ തൊട്ട് വരികയാണ്.
ഇനി അവൻ തൊട്ടിടാൻ കാണത്തില്ല. കാരണം സ്വർഗത്തിന്റെ വാളങ്ങ് പുറപ്പെടും. സ്വർഗത്തിന്റെ വാളങ്ങ് പുറപ്പെടും. വചനമത് അതിന്റെ ക്രിയ ചെയ്യും. നിന്റെ മുമ്പിൽ നിന്ന് ബലവാനെന്ന് പറഞ്ഞ അന്ധകാരത്തിന്റെ ഗോപുരങ്ങൾ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, നിലമ്പൊത്തും. നിന്റെ നേരെ താണ്ഡവമാടിയ ആ കാലുകൾ ഇനി കാണത്തില്ല. നിന്റെ സമ്പത്തിനെ വിലങ്ങിട്ട ഇരട്ടിന്റെ അധികാരി ഇനി കാണത്തില്ല. ഏതോ ഇരള് ഭാഗത്ത് മാറി നിന്ന് നിന്നെ നിർത്തിവെച്ച് നീ പോകുമ്പോൾ മാത്രം വഴി തടഞ്ഞ് നിന്റെ പാതയ്ക്കെതിരായി, നിന്റെ സമ്പത്തിനെതിരായി നീ കരങ്ങളിൽ പ്രാപിക്കേണ്ട സമയമാവുമ്പോൾ ഏതോ തട്ടിമറിക്കുന്നത് പോലെ, ആരോ വെട്ടിക്കളയുന്നത് പോലെ വാഴ്ചത്തങ്ങളെ എടുത്തു കളയുന്ന ഇരട്ടിന്റെ അന്ധകാരം ഇനി കാണത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോടൊപ്പം ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. നീ ചുമന്ന രോഗം, നീ കൊണ്ടുവന്ന ഭാരം, നിന്റെ വ്യാധി, നിന്നെ അലട്ടുന്ന ബാധ ഇനി കാണത്തില്ലെന്ന് വിശുദ്ധ ആരാധനയിൽ അഭിഷക്തന്മാർ ദൂത് പറഞ്ഞാൽ വിശ്വസിച്ച് നീ ഏറ്റെടുക്കുക. നിന്റെ തലമുറ നന്നെ ചവിട്ടി നടക്കും. നിന്റെ കുഞ്ഞുങ്ങൾ വാഴ്ചത്തങ്ങളെ വെട്ടിപ്പിടിക്കും. നിന്റെ തലമുറ ദേശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നിന്റെ കുഞ്ഞുങ്ങളായിരിക്കും സമാധാനം പരത്തുന്നത്. തിരമാല പോലെ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ നിന്റെ മുൻപേ പോകുന്നവൻ തിരമാലയെ എടുത്തു കളയും. ഈ വചനം അങ്ങനെ, അതിന്റെ ദൂത്, അതിന്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. നിന്റെ തലമുറയ്ക്ക് വാഴ്ത്തത്തം കയ്യിൽ ദൈവം തരും. നിന്റെ തലമുറയ്ക്ക് വാഹനങ്ങൾ തരും. നിന്റെ തലമുറയ്ക്ക് നല്ല ഭവനങ്ങൾ തരും. നിന്റെ തലമുറയ്ക്ക് സമാധാനം തരും. നിന്റെ തലമുറ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ അത്യുച്ച ശൃംഖലയിലാകും. ഉന്നതിയും പുരോഗതിയും നിന്റെ ഭവനം പ്രാപിക്കും. ആരാ പറഞ്ഞ പ്രാപിക്കത്തില്ലെന്ന്? ഏതവനാ നിന്റെ നേരെ വിരൽ ചൂണ്ടിയത്? ഏതവളാ നിന്നെ തുപ്പിയത്? ആരാ നിന്നെ വലിച്ചെറിഞ്ഞത്? ഇനി നിന്റെ വീട്ടിനകത്ത് ദുർഗന്ധമെന്ന് പറഞ്ഞതാരാ? നീ പണപ്പെട്ട്, നീ പ്രാർത്ഥിച്ചു തുടങ്ങ്, നീ മത്സരിക്കാതെ നീ ആരാധിച്ചു തുടങ്ങ്. കടല് പോലെ വിഷയം വരട്ടെ. നീ പൊട്ടിയാണെന്നല്ലേ പറഞ്ഞത്? നീ ഭ്രാന്തിയാണെന്നല്ലേ പറഞ്ഞത്? നീ സ്തോത്രം പറഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് എന്തോ പുലമ്പുന്നല്ലേ പറഞ്ഞത്? ആ സ്തോത്രത്തിന്റെ വില ഈ പകൽ വെളിപ്പെടാൻ പോവുക. വിശ്വസിച്ച് നീ സ്തോത്രം പറഞ്ഞു. നിന്റെ ഹൃദയത്തിനകത്തുള്ള വേദന സ്തോത്രമായി പുറത്തു വരണ്ട. സ്തോത്രമായിട്ട് പുറത്തു വരണ്ട. പുരാതന സദാരത, നീ പ്രാപിച്ച അഭിഷേകം മതി. നീ പ്രാപിച്ച കൃപാവരം മതി. നിന്റെ മേളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി മതി. നീ ഉപവസിച്ച് കരഞ്ഞതിന്റെ വിറക്കുന്ന കാല് മതി. വളർന്നിരിക്കുന്നതിന്റെ മനസ്സ് മതി. ഇനിയും നിനക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ ചിന്തയെ വെട്ടിക്കള. സാധ്യമാക്കുമെന്നൊരു ശബ്ദം നിന്റെ കാതിൽ കയറുന്നുണ്ടോ? എന്നാൽ അത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ പുറമെ അറ്റം മുതൽ കരമടിച്ച് ആരാധിക്കും. ആ പുറമെ അറ്റം മുതൽ കരമടിച്ച് ആരാധിക്കും. നിന്റെ ഭവനത്തിനകത്ത് ഇരളാകുമെന്നും നിന്റെ തലമുറ വെടിപിടിക്കത്തില്ലെന്നും നിന്റെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുമെന്നും നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലെന്നും നീ അലറി വിളിച്ചോണ്ട് ഓടുമെന്നും നിന്റെ വീട്ടിനകത്ത് നീ കിടന്നുറങ്ങത്തില്ലെന്നും രാത്രി നിന്റെ വീട് തകർത്ത് കളയുമെന്നും പകല് നീ മടങ്ങി വരത്തില്ലെന്നും എഴുതി വെച്ച രേഖകളെ എടുത്തു മാറ്റുന്ന ഒരു അഭിഷേകം ശാന്തരാമി ശബ്ദരക്ഷസി കടവിട്ട് നീ കയറും. അടുത്തിരിക്കുന്നവർ നിനക്ക് എന്തെല്ലാം പറഞ്ഞോണ്ട, അവരെ നീ നോക്കണ്ട. കൈ തരാൻ പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ, സ്വത്രം പറയാൻ പോലും നിന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അയൽവക്കക്കാർ നിന്നെ അപവാദം പറഞ്ഞെങ്കിൽ, ആരെല്ലാം നിന്നെ വെറുതെന്ന് പറഞ്ഞാലും നീ കണ്ടിറങ്ങിയ ഒരു ദൈവമുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധമെന്ന് ഞാൻ പറയും. നിന്നെ സ്നേഹിപ്പാൻ,
നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ കൊണ്ടു നടക്കാൻ, നല്ല ബുദ്ധി പറഞ്ഞു തരാൻ, നിനക്ക് വഴി വെളിച്ചമാക്കി തരാൻ, നിന്റെ പാത നിരപ്പാക്കാൻ ഒരു സ്വർഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അടയാത രക്ഷ സനാതന മന്ദര മനകുടയാത ഉരമ്പടച്ചു വേദരക്ഷസിയാല. ഒരു നല്ല വസ്ത്രം ധരിക്കാൻ നിനക്ക് ലഭിച്ചിട്ടില്ല, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല, ഇന്നും നിന്റെ അധ്വാനം കഴിഞ്ഞ് വൈദ്യുതി കയറാൻ നിനക്ക് പറ്റിയിട്ടില്ല, രാത്രിയും പകലും നീ കഷ്ടത മാത്രം ചുമന്നിട്ടോ ഇനിയും നിന്നെ വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില ശക്തിയോടാ നിന്റെ പടവെട്ടം തോർത്ത് സ്വന്തം പറ. നീ ജയിച്ചു തന്നെ കയറും, നീ വിജയിച്ചു തന്നെ വരും, നിന്റെ കുടുംബം കരപിടിച്ചു വരും, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് തണലാകും, അവർ ഉന്നത നിലയിലെത്തും, വാഴ്ത്തത്തെ നീ പ്രാപിക്കും. രക്തം ജയമെടുക്കും. ഭജനവനാദിവസ്യഹന ശങ്കരാധന ജഗൽകടമന്ധരി ഉദയമന വടകസ്യ. ഹല്ലേലൂയ. ആരാധിച്ച് മാത്രമെടുത്തു, അന്യഭാഷയിൽ മാത്രമെടുത്തു, സ്വത്രം ചെയ്ത് മാത്രമെടുത്തു. നീ നിലവിളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ കണ്ണുനീര് വിലത്തുവിടാൻ ദൈവം സമ്മതിക്കത്തില്ല. വാഗ്ദത്തം പറഞ്ഞവൻ മാറ്റുമാറാത്തവൻ വാതിലുകളെ തുറന്നു നിന്നെ വിളിക്കുന്നുണ്ട്. ആ ബ്ലെസ്സിംഗ് നിനക്ക് നിന്റെ കുടുംബത്തിനുള്ളതാ, ആ അനുഗ്രഹം നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാ, അത് നിന്റെ പ്രിയപ്പെട്ടവർക്കുള്ളതാ, അത് നിനക്കുള്ള വാഗ്ദത്തമാ. ഏറ്റവും വിലപിടിപ്പുള്ള വാഹനത്തിൽ നീ സഞ്ചരിക്കും, ഏറ്റവും വലിയ നല്ല ഭവനത്തിൽ നീ പാർക്കും, ഏറ്റവും നല്ല ഭക്ഷണം നീ കഴിക്കും, അനേകരെ നീ സഹായിക്കും, നിന്റെ കരങ്ങൾ നന്മ കൊണ്ട് നിറയും, നിന്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയും, ധാന്യവും ബീജവും അവൻ വർദ്ധിപ്പിക്കും. അധിക സന്തോഷം നൽകാൻ ദൈവം ഇവിടെയുണ്ട്. ശങ്കര വൈഡച്ചസിയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതയെ കരുതിയിടാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ആരെല്ലാം നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞാലും ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയെന്നേ ഞാൻ പറയൂ. ആരെല്ലാം നമുക്ക് വാക്ക് പറഞ്ഞു വെച്ചാലും അവരൊക്കെ മാറിപ്പോയെന്ന് വന്നേക്കാം. പക്ഷെ നമ്മെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവം നമ്മുടെ മുൻപേ നിൽപ്പുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിൻ്റെ മുൻപേ സ്വർഗത്തിലെ ദൈവം നിൽക്കുകയായിരുന്നു. ദൈവത്തിന് അവരെ ഏറ്റവും ഇഷ്ടമാണ്. നമ്മൾ പുതിയ ദൈവത്തിൻ്റെ ഇസ്രായേലാണ് കേട്ടോ, എന്നെ നന്നായി ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ പുതിയ ദൈവത്തിൻ്റെ ഇസ്രായേലാണ്. നമുക്ക് നേരെ ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ ഏറിയ വെല്ലുവിളി നമ്മുടെ പുറകിലുണ്ട്. അത് ഫറവോനിയ സൈന്യമാണ്. അത് വാളും രഥവുമായിട്ട് നമ്മുടെ പുറകെ വരികയാണ്. രക്ഷ നമ്മുടെ മുമ്പേ ലെവലേശമില്ല. എല്ലാം അടയപ്പെട്ട് നിരാശകളാൽ മൂടപ്പെട്ട് ഇനി ഇവിടെ കൊണ്ട് പര്യവസാനമെന്ന് പറയത്തക്ക നിലയിൽ നാമും ആയിരിക്കുക. പക്ഷെ സ്വർഗം പറഞ്ഞു ഇല്ല, കയ്യിലിരിക്കുന്ന കമ്പ് നീട്ടാൻ പറഞ്ഞു. സോദരം, വഴി അടയുമ്പോഴാ നിന്റെ കരത്തിൽ തന്നെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. വഴി അടയുമ്പോഴാ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ കരത്തിൽ തന്നെ അന്യഭാഷയാ, വെളിപ്പാടാ, പ്രവചനമാ. സ്വർഗം പറഞ്ഞു നീട്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആണ്ട് അക്കരെ കാണാൻ പറ്റാത്തൊരു ചെങ്കടലിലോട്ടാ നീട്ടാൻ പോകുന്നത്. അക്കരെ കണ്ണെത്തുന്നില്ല സഹ. ഒരു ചെങ്കടലിലോട്ട് കമ്പ് നീട്ടാൻ പോവുക. നിന്റെ കമ്പെത്തത്തില്ല, നിന്റെ കണ്ണെത്തത്തില്ല. തിരമാല പൊട്ടി നിൽക്കുക. പക്ഷെ അതിനപ്പുറത്ത് ദൈവം കണ്ടിട്ടുണ്ട് ഒരു വഴി. ആരും കാണാത്ത വഴി. ഇത്ര വർഷം പ്രാർത്ഥിച്ചിട്ട്, ഇത്ര നാൾ കരഞ്ഞിട്ട് കാണാത്തൊരു വഴി. ഇത്ര നാൾ വാമേ നിലവിളിച്ചിട്ട് ഉപവസിച്ചിട്ട് കാണാത്തൊരു വഴി. ഇത്ര നാൾ മുട്ടിപ്പായി ചോദിച്ചിട്ട് എന്റെ കണ്ണിൽ വെളിപ്പെടാത്തൊരു വഴി. എന്റെ തലമുറയ്ക്ക് കാണാത്തൊരു വഴി. എന്റെ കൂടെയുള്ളവർക്ക് കാണാത്തൊരു വഴി. എന്റെ കൂട്ടർക്ക് കാണാത്തൊരു വഴി. സ്വർഗ്ഗം കണ്ട് ആ വഴി നീ കാണാം. അത് ഉണങ്ങിയ നിലമായിരിക്കും. അത് നിനക്ക് പുറത്തു പോകുന്ന വഴിയായിരിക്കത്തില്ല. നിന്റെ തലമുറകൾ അക്കരെ കടക്കാൻ ഒരു വഴി ഇന്ന് പകൽ ദൈവം തുറക്കുകയാണ്. അത് വെട്ടിത്തുറക്കുന്ന വഴി സ്വർഗത്തിന്റെ വഴിയാണ്.
മോശയോട് പറഞ്ഞു, വടി നീട്ടാൻ പറഞ്ഞു. മോശ ആരെ നോക്കിയില്ല. ശബ്ദം കേട്ടവൻ കൈ തനിയെ പൊങ്ങാൻ തുടങ്ങി. കൈ പൊങ്ങും തോറും തിരമാല അകലാൻ തുടങ്ങുകയാണ്. ഈ പകൽ വിശ്വാസത്തോട് ആമേൻ പറഞ്ഞു. നിന്റെ കരത്തിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ട്. നിന്റെ എതിരെ നിൽക്കുന്ന അന്ധകാരം ഇനി നിന്റെ മുമ്പിൽ കാണത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ കരം ചലിക്കട്ടെ. നിന്റെ കൂടെ നിന്നവർ പറഞ്ഞിനി കാണത്തില്ലെന്ന്, നിന്റെ മുമ്പേ നിന്നവർ പറഞ്ഞ് കാണത്തില്ലെന്ന്, ഇത്രയും ദൂരം നടന്നിട്ട് കാണാത്തൊരു വഴിയോ മോശേ? സ്വർഗം പറഞ്ഞു നീട്ടാൻ ഈ പകൽ വിശ്വാസത്തോട് ഞാൻ പറയുന്നു, ആരും കാണാത്തൊരു വഴി ദൈവം നിനക്ക്, നിന്റെ ഭവനത്തിന്, നിന്റെ സഭയ്ക്ക്, നിന്റെ തലമുറയ്ക്ക് തുറന്നു തരാം. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണെത്താ ദൂരത്ത് കടൽ കിടക്കുവച്ച ദൈവത്തിന്റെ ശബ്ദം വിശ്വസിക്കാൻ പറ്റാത്തതാ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്നോടൊപ്പം വിശ്വസിക്കുന്നല്ലോ. നടക്കും പാസ്റ്റർ അല്ലേ? നടക്കും ദൈവഭൃത്യനെ. നമുക്ക് വേണ്ടി വഴി തുറക്കും ദൈവദാസനെ. ഈ ഒരൊറ്റ വിശ്വാസം മതി, ചെങ്കടൽ കീറാൻ പോവാ. ഈ വിശുദ്ധാരാധനയിൽ 1 മണിയാകുന്ന സമയത്ത് ആരും കണ്ടിട്ടില്ലാത്ത വഴി നിനക്കും എനിക്കും തുറക്കുമെന്ന് നാം പറഞ്ഞാൽ നമ്മുടെ ദൈവം തുറന്നു തരാൻ വിശ്വസ്തനാണ്. അങ്ങനെ കയറാൻ പറ്റാതെ വണ്ണം സകല വഴികളും അടയപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട് വ്യക്തിപരമായുള്ള ദൂത് കൈമാറുന്നു. നിനക്ക് വേണ്ടി ഒരു വഴി തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. അതാരും കാണാത്ത വഴിയാണ്. നീ ലജ്ജിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. തമ്പുരാൻ ഒരുക്കുന്ന വഴി വചനമത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്തതുമായ ദൈവത്തിൻ്റെ വഴി നമ്മുടെ മുൻപിലുണ്ട്. സ്വർഗം നമുക്ക് വഴി തുറന്നാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. വഴി ദൈവം തുറന്നു. ഞാൻ ആവർത്തിക്കാം, വഴി തുറന്നു. വഴിയിലൂടെ ഇസ്രായേൽ വിശ്വസിച്ചിറങ്ങി. ഞാനൊന്ന് പറയട്ടെ, ശ്രദ്ധിക്കാമോ? ദൈവം തുറക്കുന്ന വഴിയിൽ നിനക്ക് നഷ്ടം വരത്തില്ല. മനസ്സിലായില്ലല്ലോ? ദൈവം വഴി തുറന്നാൽ അതിനകത്ത് നീ തീരത്തില്ലെന്ന്. ദൈവം വഴി തുറന്നാൽ അതിനകത്ത് നിന്റെ തലമുറ തീരത്തില്ല. അതിനകത്ത് നിന്റെ മൃഗസമ്പത്ത് നശിക്കത്തില്ല. ദൈവം തുറക്കുന്ന വഴിയിലൂടെ അക്കരെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അത് ദൈവത്തിനുള്ളതാ. ഇസ്രായേലിനെ അക്കരെ കൊണ്ടുപോയി. ഒരു ദൂത് പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധാരാധന വന്നപ്പോൾ ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. ആരാ പറഞ്ഞ് തുറക്കത്തില്ലെന്ന്? ആരാച്ചാ പറഞ്ഞ് തുറക്കത്തില്ലെന്ന്? ഇനി അവനെ കൊണ്ട് അത്രയേ ഉള്ളൂ. പലരും വിധി എഴുതിയിട്ടുണ്ട്, അയാളെ കൊണ്ട് ഇനി അതൊന്നും പറ്റത്തില്ല. അയാൾ ഇങ്ങനൊക്കെ പറയും. മോശമില്ലയോ? ഇങ്ങനൊക്കെ പറയും. പക്ഷെ സ്വർഗം പറഞ്ഞു, കമ്പ് നീട്ടാൻ പറഞ്ഞു, നീട്ടി അക്കരെ പോയി. കൂടെയുള്ള ഒന്നിനും കേടുവന്നില്ല. ആണായിട്ട് ഞാൻ പറയാം, കൂടെയുള്ള ഒന്നിനും കേടുവരത്തില്ല. തമ്പുരാൻ അക്കരെ കൊണ്ടുചെന്നു. പക്ഷേ നിന്റെ പിന്നിൽ നിന്ന് വെല്ലുവിളിച്ച ചിലര് അക്കരെ കാണത്തില്ല. നിന്റെ കുടുംബത്തെ നോക്കി വെല്ലുവിളിച്ച പലര് അക്കരെ കാണത്തില്ല ദേശം. എന്നാൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ നീ കാണും. ദൈവിക വെളിപ്പാട് കണ്ട നീ കാണും. തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു വഴിയൊരുക്കിയെങ്കിൽ ശത്രു ആ വഴി നടക്കാൻ അനുവദിക്കുന്നില്ലേ? നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയിൽ മറ്റൊരാളെ ദൈവം നടക്കത്തില്ല. മനസ്സിലായില്ല ചാ? ദൈവമക്കൾക്ക് വേണ്ടി ഒരിക്കൽ വഴിക്കകത്ത് ശത്രു കയറി നടക്കാൻ ദൈവം ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിടികിട്ടിയോ? അച്ഛാ, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വഴി ശത്രുവിനെ മരണ വഴിയായിരിക്കും. അത്ര ഞാൻ തുറന്നു പറയുമോ? നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വഴി ശത്രുവിന് മരണ വഴിയായിരിക്കും. നമുക്ക് എന്നേക്കും രക്ഷയും അവൻ എന്നേക്കും തകർച്ചയുമാകും.
ദൈവം നിനക്കൊരുക്കുന്ന വഴിയിലൂടെ നിന്നെ തകർക്കാൻ നിന്നവൻ നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്റെ വഴിയെ മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. ആരും കാണാത്ത വഴി ദൈവം ഒരിക്കലും എന്തിനാണെന്നറിയാമോ? നിന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ശത്രു വിചാരിച്ചു ഈ വഴിയിലൂടെ പുറകെ പോകാം, പിടിക്കാം, കൊണ്ടിഞ്ഞു പോരാ. സ്തോത്രം. ദൈവം കടലിനെ വിഭാഗിച്ചത് സ്വന്തം ജനത്തിന് വേണ്ടിയാണ്. ഉറപ്പിച്ച് ഞാൻ പറയാം, ആണയിട്ട് പറയാം, ആവർത്തിച്ച് ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ പറയാം, നിനക്ക് വേണ്ടി ഒരുക്കിയ വഴി ആമേ പച്ച വെള്ളത്തെ മാറ്റിയിട്ടാണ്. ഒന്നും പേടിക്കണ്ട. ആമേ കോരിയ കൈ കോരാവുന്ന ആമേ വെള്ളമാണ്. പക്ഷേ തമ്പുരാൻ അത് ശത്രുവിന് മരണവെള്ളമാക്കി. സന്തരാതിയാല നിന്റെ തലമുറ തീരത്തില്ല, നിന്റെ തലമുറ നശിക്കത്തില്ല. ഈ വെള്ളത്തിൽ കൂടെ കടന്നക്കരെ പോ, നീ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ നിനക്കെതിരായി വരുന്നവൻ ഇനി മടങ്ങി പോകത്തില്ല. ദൈവത്തിനെതിരായി ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെല്ലാം തീർന്നു പോയിട്ടുണ്ട്. സുഹൃത്തെ, ദൈവം വലിയവനാണ്, ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തെ ഭയപ്പെട്. വചനം തന്നെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട് പറ കുഞ്ഞുങ്ങള്, വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്. ഈ വചനം ആരുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഒറ്റ കാര്യം ഓർത്താൽ മതി, അടുത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് ഭയമില്ല. അതെൻ്റെ ഇന്നാരാണെന്ന് എനിക്കറിയാം. ഭയക്കാൻ ഞാൻ പറയുന്നില്ല. ബഹുമാനിക്കാൻ ഒരു മനസ്സുണ്ടോ? സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടോ? അച്ഛാ, ഒന്ന് കണ്ടാൽ മിണ്ടാൻ ഒരു മനസ്സുണ്ടോ? അതൊരു ദൈവസ്നേഹമാണ്. വചനം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ദൈവത്തെ ഭയപ്പെടാൻ ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും വേണം. ദൈവത്തെ ഭയപ്പെടുമ്പോൾ ദൈവസ്നേഹം താനേ വരും. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. ജോലി തിരക്ക് നിങ്ങൾക്കുണ്ട്. ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്. വീട്ടിലും വീടുകളിലുമൊക്കെ ജോലി തിരക്കുകൾ ഒത്തിരി ഉള്ളവരാണ്. പക്ഷേ ആമേ കർത്താവിൻ്റെ സന്നിധിയിൽ എത്ര നേരം കരയാൻ പറ്റിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്, സമയം കണ്ടെത്തിയിരുന്ന് നിലവിളിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങളെ തന്നെ പുനഃശോധന ചെയ്യാൻ ഞാൻ ഈ പകൽക്കാലം സമയമെടുക്കുകയാണ്. എൻ്റെ വാക്കുകളെ നിർത്താൻ. പ്രിയമുള്ളവരെ, സമയം ലഭിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. വീട്ടിലിരുന്ന് അരമണിക്കൂർ 1 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഏറ്റവും വിരോധമുള്ള, ഏറ്റവും ശത്രുവുള്ള ആ വ്യക്തിയെ അനുഗ്രഹിച്ച് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ കേൾക്ക പ്രാർത്ഥിക്കണ്ട. സ്തോത്രം. അവരെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിക്കണം. കർത്താവെ അവരെ അനുഗ്രഹിക്കണം. കർത്താവെ ആ കുടുംബത്തെ അനുഗ്രഹിക്കണം. ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. നല്ല ബുദ്ധി കൊടുക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകൾ വണക്കാം. കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി വഴി തുറക്കും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കുമെന്ന വിശ്വാസത്തോട് എല്ലാ കണ്ണും അടച്ചാട്ടെ. കുഞ്ഞുങ്ങളെ കണ്ണടയ്ക്കാൻ പറയുമ്പോൾ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണടയ്ക്കണ്ട. കണ്ണുകളടയ്ക്കാൻ പറയാൻ കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചോണം. ആര് പറഞ്ഞാലും പ്രാർത്ഥന കാര്യത്തിലൊട്ടും ഞാൻ ഇറങ്ങി വന്ന് നല്ല ഞെരട് തരും. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എല്ലാവരും കണ്ണടച്ച് നല്ലവരെ പ്രാർത്ഥിച്ചോണം, കരഞ്ഞോണം. അവർ ഭയമുള്ളവരായി വളർന്നു വരട്ടെ, ദൈവസ്നേഹമുള്ളവരായി. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് പര്യവസാന സമയം ഈ ദൂത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ്. തട്ടിക്കളയല്ലേ മാതാവേ, തട്ടിക്കളയല്ലേ പിതാവേ. നമുക്കൊന്നും ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ കണ്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് മൺമറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പക്ഷേ ജീവിക്കുന്ന കാലം ഒരു മനുഷ്യ സ്നേഹിയായി ജീവിപ്പാൻ, ദൈവസ്നേഹമുള്ളവരായി ജീവിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊന്നും എനിക്ക് വേണ്ടുമെന്നും കഴിഞ്ഞില്ല. കർത്താവേ, എൻ്റെ ബലഹീനതകൾ ഒത്തിരിയുണ്ട്, കുറവുകളുണ്ട്, അതൊന്നും കണക്കിടില്ലേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വേണ്ടുമെന്ന് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു നല്ല വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവെ, ഇന്നു മുതൽ ഒരു പുതിയ വ്യക്തിയായി, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറ. ഒരു പുതിയ വ്യക്തിയായി, പുതിയ മനുഷ്യനായി, നല്ല സ്വഭാവത്തിനുടമയായി, മറ്റുള്ളവരെ കാണുമ്പോൾ അഴുക്ക് വാക്കുകൾ പറയാതെ സ്നേഹമുള്ളവരായി, ഉള്ളവളായി, ഞാൻ ഈ ചർച്ചിൽ പോകുന്നത് അനേകർക്ക് മാതൃകയുള്ളവളായി, ഉള്ളവനായി തീരുമെന്ന് പറ. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം.